ക്രിസ്മസ് സീരീസിൻ്റെ കുറേ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് അത് ഒന്ന് റിലാക്സൊക്കെ ചെയ്തിടാമെന്ന് കരുതി. കാര്യം ഇവിടെ വന്നതിന് ശേഷം, നാട്ടിൽ വന്നതിന് ശേഷം ഫാമിലിയായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അത് ഷോർട്സൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ റോസ് എൻ്റെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ സൗണ്ട് ഇച്ചിരി പോയിരിക്കുകയാണ്, ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ദിവസങ്ങളടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ പാവലും എൻ്റെ അപ്പൻ്റെ ഒരു ബ്രദറും കൂടി മീൻ പിടിക്കാൻ പോയി. ഇവർ നേരത്തെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെക്കേഷന് വന്നിട്ട്. പക്ഷെ അതൊരു ബ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ ഒരു ശാന്തസുന്ദരമായ വൈപ്പിൻ ബീച്ചിൻ്റെ അടുത്തേക്കാണ് പോയത്. മീൻ അധികം കിട്ടിയില്ലെങ്കിലും മീൻ പിടിക്കുന്ന ഒരു വൈബ് എൻജോയ് ചെയ്യാനാണ് അവർ പോയത്. അപ്പോഴത്തേക്കിനും അപ്പം നല്ല വലിയ ടൈഗർ ഷ്രിംസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ വന്ന് ഞാൻ ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഞാൻ ഇവിടെ ഒരു കുക്കിങ്ങും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ഈ ഷ്രിംപ്പ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കണ പോലെ എടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അത് ഞാൻ ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഇങ്ങനെ തൊലി പൊളിച്ചങ്ങ് കഴിച്ചാൽ മതി. കറുത്ത കളറാട്ടോ ഈ ചെമ്മീൻ. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ, അപ്പം നേരത്തെ പോയി, ഞാനും അമ്മയും കൂടെ പള്ളി പെരുന്നാളിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. തട്ടാഴുത്തമ്മയുടെ പള്ളി പെരുന്നാൾ, ഡോൺ ബോസ്കോ തട്ടാഴുത്തമ്മ. അപ്പോൾ ഇന്ന് കൊടിയേറ്റായിരുന്നു. അപ്പം ഞാനും അമ്മയും 5:30 ആയപ്പോഴത്തേക്കിനും പള്ളിയിലെത്താനുള്ള ധൃതിപ്പാടിൽ പള്ളിയിലേക്ക് പോയി. ഇത് കണ്ടു ഇത്രയും ജനങ്ങളാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഊട്ടുനേർച്ച. അപ്പം ഇത് 2006 തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 15,000 പീപ്പിളിനുള്ള സദ്യ കൊടുക്കുന്നുണ്ട് വൈകുന്നേരം. അത് ഇവിടുത്തെ തട്ടാഴുത്തമ്മയുടെ ഇവിടെ താമസിക്കുന്ന പല ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നതാണ്. പ്രസിദ്ധീകളല്ല, പല ആൾക്കാർ. അതും ജാതി മതഭേദമന്യാണ് ഇവിടെ ഈ ഒരു ആഘോഷം. പിന്നെ ഈ പെരുന്നാൾ നടത്തുന്ന ആൾക്കാർ, അതായത് ക്രിസ്ത്യാനിമാർ, അവർ 1-2 ഫാമിലീസ് അല്ല, ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ജനതകളും തന്നെ ക്രിസ്ത്യാനിമാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂത്ത് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പം പല ജാതിയിലുള്ള ആൾക്കാർ ഇവിടുത്തെ വിശ്വാസികളാണ്. നല്ല റിലീജിയൻസൊക്കെ തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ ഒരു ഇതിൽ എല്ലാവരും ഒരുമിച്ചാണ് ഈ പെരുന്നാൾ നടത്തുന്നത്. ഈ നിൽക്കുന്നവരെല്ലാവരും കേട്ടോ കമ്മിറ്റി മെമ്പേഴ്സ്, അതായത് ഓരോരോ കാര്യത്തിന് മെമ്പേഴ്സ്. എൻ്റെ അനിയനാണ് കാണുന്നത് ഇറങ്ങിപ്പോകുന്നത്. അവൻ കൊയറിൻ്റെ കമ്മിറ്റി കോർഡിനേറ്ററാണ്. അപ്പം നമ്മുടെ പള്ളിയിലെ കൊയറും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഫാമിലിയും, പിന്നെ മെയിനായിട്ട് നടത്തുന്നത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അപ്പയും അപ്പയുടെ ബ്രദറും എൻ്റെ ബ്രദറും എൻ്റെ അപ്പയുടെ ബ്രദറിൻ്റെ മക്കളും ഒക്കെ കൊയറിൻ്റെ ആൾക്കാരാണ്. പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പാടുന്നില്ല, ബിക്കോസ് പ്രാക്ടീസും കാര്യങ്ങൾക്കൊന്നും പാവലുള്ളതുകൊണ്ട് അങ്ങനെ പോകും. പിന്നെ ഞങ്ങൾ പള്ളിപ്പറമ്പിൽ ചുമ്മാതെ ഒന്ന് നടന്നു. പക്ഷേ ഇന്നെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും ആണ് ഇവിടെ മെയിനായിട്ട് പള്ളിപ്പറമ്പ് ഓപ്പൺ ആവുന്നത്. ഇത് ബിഗ് ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വലിയ ഫുട്ബോൾ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ഈ താഴെ ഇട്ടിരിക്കുന്ന പച്ച കളറിലെ മാറ്റൊന്നും നമുക്ക് കാണാനുണ്ടാവില്ല സൺഡേ, പൊടി പിടിച്ചിട്ട്. പക്ഷെ സൺഡേത്തേക്ക് ഞങ്ങളിവിടെ ഇല്ല. സൺഡേ രാത്രി ഞങ്ങൾ തിരിച്ചു പോരും. അപ്പം പെരുന്നാളിൻ്റെ രാവിലത്തെ കുർബാന കൂടി നമുക്ക് പിന്നെ പള്ളിപ്പറമ്പിലേക്കൊന്നും വരാൻ പറ്റില്ല. സാറ്റർഡേ എന്തായാലും ഒന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം വെറുതെ ഇന്നൊന്ന് ചുമ്മാ നടക്കാമെന്ന് കരുതി. പക്ഷെ ഒന്നും സെറ്റാവുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ആൾക്കാരും വളരെ കുറവാണ്. പിന്നെ എല്ലാവരും ഊട്ടുനേർച്ചയുടെ പുറകിലാണ്. അപ്പം അങ്ങനെ എല്ലാവരും അവിടെ തന്നെയാണ്. പിന്നെ പാവല് കളിക്കാൻ വേണ്ടി, വെടിവെക്കാൻ വേണ്ടിയിട്ട് തോക്ക് മേടിച്ചു കൊടുത്തു കളിയൻ. കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ പരിപാടി. പിന്നെ പള്ളി കയറി. പള്ളി ഭയങ്കര രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് ഇടവക പള്ളിയല്ല കേട്ടോ, ഇടവക പള്ളിയുടെ അടിയിലുള്ള പള്ളിയാണ്. പക്ഷേ ഇടവക പള്ളീനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. ആശിഷിൻ്റെ ബൈക്കിൽ ഞാനും പുറകിൽ പാവലും ബൈക്കിന് വന്നു. നല്ല നല്ല വെതറാണ് ഇവിടെ, എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ ഈ സാരി എനിക്ക് ഗിഫ്റ്റ് തന്നത് അരുണാണ്, എൻ്റെ തയ്ക്കുന്നത്. അപ്പോൾ അവന് താങ്ക് യു സോ മച്ച്. അവൻ എനിക്ക് രാജസ്ഥാനിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സാരിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് സൂട്ട്സ് മീ റിയലി വെൽ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി, ഡ്രസ്സൊക്കെ മാറി ഒന്ന് വൈകുന്നേരം ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. സ്റ്റാർട്ടേഴ്സായിട്ട് പനമ്പള്ളി നഗറിൽ തെഹല്യാണി ചാട്ട് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു സമോസ ചാട്ടും 2 പാനിപ്പൂരിയൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതിന് ശേഷം പാനിപ്പൂരി കഴിക്കാതെ പോകുന്നത്? കഴിഞ്ഞ തവണ പാനിപ്പൂരി കഴിച്ചിട്ടാണോ എന്നറിയില്ല, വയറിനത്ര സുഖമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള പ്ലേസിൽ പോയി കഴിക്കാൻ. പിന്നെ ലിറ്റിൽ സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു
പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പനമ്പള്ളി നഗറിൽ തന്നെ ഒരു നടപ്പൊക്കെ നടന്ന് അവിടെ പോയി ഫുഡ് കഴിച്ചു. ഐ ഡോണ്ട് റെക്കമെൻഡ്, ബിക്കോസ് എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഫേമസ് ആണ്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. എനിക്ക് സിക്കായിട്ടാണെന്ന് അറിയില്ല, പക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഇച്ചിരി എക്സ്പെൻസീവ് സൈഡായിരുന്നു, പക്ഷേ ഹയത്തിൽ പോയി കഴിച്ചതിൻ്റെ ഒരു അംശം ടേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാട്ട് തായും പിന്നെ എന്തോ ഒരു ഫ്രൈഡ് റൈസും സംതിങ് വെച്ച് അത് കഴിച്ചു. ഇത് കണ്ടപ്പോൾ അവൽ ഫുൾ ബേണായി. നമ്മളെപ്പോലെ കറക്കല്ല, അവൽ ബേണാവുക ചെയ്യുന്നത്. രാവിലെ മീൻ പിടിക്കാൻ പോയതിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ സ്റ്റാർട്ടേഴ്സ് നല്ലായിരുന്നു കേട്ടോ, പക്ഷേ മെയിൻ കോഴ്സ് വാസ് റിയലി നോട്ട് സോ അപ് ടു ദി എക്സ്പെക്റ്റേഷൻ. ഈവൻ ദഹല്യാണി ചാട്ട് ഹൗസ് ആണെങ്കിലും ഹൈജീനിൻ്റെ കാര്യത്തിൽ ഗുഡാണ്. നല്ല തിരക്കാണ്. ഞങ്ങൾ കട അടയ്ക്കാറായപ്പോഴാണ് പോയത്, എന്നിട്ടും തിരക്കാണ്. പക്ഷേ ഹൈപ്പിനൊത്ത ഒരു ഭയങ്കര സംഭവം തോന്നിയില്ല. നമുക്ക് റോട്ടിൽ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത്. പിന്നെ ഹൈജീൻ്റെ ഒരു കാര്യമുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സെൽഫിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.